ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അത് മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ GoPro 12 ബ്ലാക്ക്. ഞാനിന്ന് മേടിച്ചതേ ഉള്ളൂ, അൺബോക്സിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും റൂമിൽ ചെന്നിട്ട് അൺബോക്സിംഗ് ചെയ്യാം, കാരണം പുറത്ത് നല്ല ചൂടാണ്. അപ്പം ഗോപ്രോയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് 12 ബ്ലാക്ക് എന്നുള്ളത്. 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്. അപ്പം ഈ 11നെക്കാളും അപ്ഡേറ്റഡ് ആണെന്നാണ് പറയുന്നത്. എനിവേ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ റൂമിലേക്ക് പോവാം. ഞാൻ റൂമെത്തിയിരിക്കുകയാണ്. അപ്പം ഞാനിത് മേടിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഇത് നിങ്ങൾ മേടിക്കുമ്പം ഇന്ത്യയിൽ നിന്ന് മേടിക്കാൻ നിൽക്കേണ്ട. ഓക്കെ, ഇന്ത്യയിലെ വില അനുസരിച്ച് 40,000 40,000 രൂപയോളം ഇതിന് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ സൗദിയിൽ നിന്നോ ദുബായിൽ നിന്നോ മേടിക്കുകയാണെങ്കിൽ ഇതിന് വില കുറവാണ്. മീൻസ് സൗദിയിലെ വില വന്നിട്ട് 1300 റിയാലും ദുബായിലെ വില വന്നിട്ട് 1200 വരുന്നത്. അത് കൺവേർട്ട് ചെയ്യുമ്പോഴേ നമുക്കൊരു 30,000 രൂപയ്ക്ക് സംഭവം കിട്ടും. എന്തായാലും അൺബോക്സിംഗ് പോവാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ GoPro 12. അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും കവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 27 MB ഫോട്ടോ ക്ലാരിറ്റിയും പിന്നെ ഇതിൻ്റെ വീഡിയോ വന്നിട്ട് 5.3K 60 പ്ലസ് 4K 120 ആണ്. പിന്നെ വരുന്നത് വാട്ടർ പ്രൂഫാണ്. 33 ഫീറ്റും 10 മീറ്റർ. ഓക്കെ, ആഴത്തിൽ പോയി നമുക്ക് എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ വോയിസ് കൺട്രോൾ വരുന്നുണ്ട്. 11ലും 9ലും 10ലും വോയിസ് കൺട്രോൾ ഇല്ലാന്ന് തോന്നുന്നു. 12ൽ എന്തായാലും വോയിസ് കൺട്രോൾ വെച്ച് നമുക്കിത് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും പറ്റും. പിന്നെ ഇതിൻ്റെ സ്ലോ മോഷൻ 8x ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഹൈപ്പർ വ്യൂ വരുന്നുണ്ട്. ഹൈപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വലിയ സ്ക്രീനിൽ തന്നെ കൂടുതൽ ഇത് കാണാൻ പറ്റും. പിന്നെ വരുന്നത് ടൈം വാർപ്പ്, കൂടുതൽ സ്പീഡിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ ലൈവ് സ്ട്രീമിംഗ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർ ഫോട്ടോസ്, റോ ഫോട്ടോസ്, പിന്നെ HDR ഫോട്ടോ പ്ലസ് വീഡിയോ, പിന്നെ 10 ബിറ്റ് കളർ. അപ്പോൾ ഇതിൻ്റെ കവർ ഞാൻ ഓപ്പൺ ചെയ്യണം. നമ്മുടെ ഐഫോണും കാര്യങ്ങളൊക്കെ അതേ സീലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത കവറിങ്ങോട് കൂടി ഒരു വൈറ്റ് കളറിലുള്ളൊരു പാക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ മുട്ട ട്രേ പോലെ ഇരിക്കുമെങ്കിലും അതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എല്ലാ പാക്കിങ്ങിനെയും പോലെ കുറേ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്വിക്ക്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം അപ്ഡേറ്റ് ചെയ്യാതെ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. മൊബൈൽ വഴി നമ്മളിത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ സാധനം ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അതിച്ചിരി ഒരു 5 മിനിറ്റ് പരിപാടിയാണ്. ഓക്കെ, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഗോപ്രോയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് എന്തായാലും വൃത്തികേടാക്കുന്നില്ല. പിന്നെ നമ്മുടെ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളൊരു ബുക്ക്ലെറ്റും വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഇത്, നമ്മുടെ ചാർജറാണ്. ടൈപ്പ് സി കേബിൾ ചാർജറാണ് വരുന്നത് ഇതിൻ്റെ കൂടൊപ്പം. അപ്പോൾ അഡാപ്റ്റർ എന്തായാലും അതിൻ്റെ കൂടെ വരുന്നില്ല. നമ്മൾ തന്നെ മൊബൈൽ ചാർജറിൻ്റെ ഇത് വെച്ച് തന്നെ യൂസ് ചെയ്യണം. പിന്നെ വരുന്നത് ബാറ്ററിയാണ്. പിന്നെ അടുത്ത വരുന്നത് ഇത് നമ്മുടെ ഹെൽമെറ്റ് മൗണ്ടാണ്. ഓക്കെ, നമ്മുടെ ഈ ഹെൽമെറ്റിലൊക്കെ നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു ഇതാണ്. ഓക്കെ, അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ GoPro. പക്ക കവറിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട്, ക്യാമറയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യാതെ ഈ സാധനം ഓൺ ആകത്തില്ലെന്ന്. കാരണം ഇത് എഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ക്യാമറ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചയച്ചായിരുന്നു. ഓക്കെ, യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro. ഓക്കെ, കയ്യിൽ ഒതുങ്ങുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ GoPro 11നെക്കാളും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് വന്നതേ ഉള്ളൂ ഇത്. ഓക്കെ, എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മാത്രമേ കാണത്തുള്ളൂ എന്നാണ് പറയുന്നത്. എനിവേ നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഇതിൽ സ്ക്രീൻ ചെറുതാണെങ്കിൽ ഹൈപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാം കവർ ചെയ്യും. 11ൽ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ബാറ്ററി അപ്ലൈ ചെയ്യാം. അപ്പം ബാറ്ററി എടുത്തിട്ട് സൈഡിലത്തെ സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ. ഓക്കെ, അതുമാത്രമല്ല ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നതും ഇതിൻ്റെ ഉള്ളിലാണ്. അത് എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ വാട്ടർ പ്രൂഫിങ് ആയതുകൊണ്ട് ഇങ്ങനെ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബാറ്ററിയുടെ ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ്. അത് ഇളക്കി കളയരുത്. ഓക്കെ, അപ്പം ഞാൻ പവർ ഓൺ ചെയ്യാനാണ്.
അപ്പോൾ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാതെയാണ് ഇപ്പം പവർ ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്ഡേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം വോയിസ് കൺട്രോൾ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഓൺ ചെയ്ത് വിടണം. പക്ഷേ ഒരു കാര്യം എന്താണ്, മെമ്മറി കാർഡ് ഇടാതെ ഈ ഒരു കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി മെമ്മറി കാർഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതില്ലാതെ എന്താവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ബാറ്ററി പിടിച്ചേക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ടോ, അത് വെച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അതൊരിക്കലും ഇളകി പോകരുത്. ഓക്കെ, അത് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി ടഫാണ്. പക്ഷേ നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനം, എന്തായാലും ഇളകി വരത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച സാൻഡിസ്ക്. അപ്പോൾ മെമ്മറി കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മെമ്മറി കാർഡ് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോയുടെ മെമ്മറി കാർഡാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മേടിച്ചേക്കുന്നത് പ്രോ അല്ല മേടിച്ചത്, എക്സ്ട്രീമിൻ്റെയാണ് മേടിച്ചേക്കുന്നത്. 64 GB മേടിച്ചേക്കുന്നത്. അത് സൈഡിലൂടെ സ്വൈപ്പ് ചെയ്ത് ഞാൻ അങ്ങ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സാധാരണ മൊബൈൽ ഇടുമ്പോൾ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. അപ്പം എന്നിട്ട് ഇനി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് സെയിം അതേപോലെ ലാംഗ്വേജ് ചോദിക്കും. ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അപ്ഡേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അപ്ഡേഷൻ ക്വിക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ മൊബൈൽ എടുത്തിട്ട് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും മൊബൈൽ എടുത്തു, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഗൈസ്, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നത് ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അപ്ഡേഷനും മറ്റേ വീഡിയോ ക്വാളിറ്റിയുടെയും കാര്യങ്ങളായിട്ട് ഞാൻ അടുത്തായിട്ടൊരു വീഡിയോ ഇടാം. ഓക്കെ,